നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. കോടതി ഉത്തരവിനെ സർവ്വ ബഹുമാനങ്ങളോടും കണ്ട് കലാകാരന്മാരുടെ ചില സങ്കടങ്ങൾ പറഞ്ഞോട്ടെ. ഇതൊരു നിയമനിഷേധമല്ല, ഗതികെട്ടവരുടെ കണ്ണീർ വാർത്തയാണ്. മലയാളക്കരയാകെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, പരമാവധി ഏപ്രിൽ മാസങ്ങൾ ക്ഷേത്രോത്സവങ്ങളുടെ സീസണാണ്. നാടാകെ ആരാധനാലയങ്ങളിൽ വിശേഷാൽ പൂജകളും ഊരുചുറ്റു ഘോഷയാത്രകളും ജനകീയ അന്നദാനങ്ങളും സമൂഹ വിവാഹങ്ങളും ചികിത്സാ ധനസഹായവും വിദ്യാഭ്യാസ അവാർഡുകളും സ്റ്റേജ് കലാപരിപാടികളുമായി നാടാകെ ഉണർന്ന് ഒരുമിക്കുന്ന സാംസ്കാരിക സ്നേഹ സംഗമങ്ങൾ കൂടിയാണ് ഉത്സവങ്ങൾ. പറയുവാനുള്ളത് സ്റ്റേജ് കലാകാരന്മാരുടെ ദുരവസ്ഥയെക്കുറിച്ചാണ്. പ്രേക്ഷകനെ രസിപ്പിക്കുവാൻ ചായം തേച്ച് വേദിയിലെത്തുന്ന കലാകാരൻ്റെ വേദനയായി മാറിയിരിക്കുന്നു ക്ഷേത്രോത്സവങ്ങൾ. രാത്രി 10 മണിക്ക് ശേഷം ഉത്സവ ഇടങ്ങളിൽ ശബ്ദം പാടില്ല എന്ന നിയമം നടപ്പിലാക്കാൻ ഫീസൂരിയെറിഞ്ഞും ലാത്തി വീശിയും ഒക്കെ നമ്മുടെ പോലീസ് ഏമാന്മാർ അങ്ങനെ അരങ്ങും അണിയറയും വാഴുകയാണ്. കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന സ്റ്റേജ് കലാകാരന്മാർ നാടകം, ബാലെ, കോമഡി ഷോ, നാടൻ പാട്ട്, ഗാനമേള, കാക്കാരിശ് നാടകം, ഓട്ടൻതുള്ളൽ, കഥകളി, ചാക്യാർ നാങ്യാർ കൂത്തുകൾ, വില്ലടിച്ചാൻ പാട്ട്, ഇനിയും നിരവധി വിഭാഗങ്ങളിലുള്ള ഇവരുടെ കുടുംബം പുലരാൻ ഒരു സ്റ്റേജ് കലാകാരനും സമ്പന്നനല്ല. അതിനുവേണ്ടിയുള്ള ഒരേ ഒരു അവസരം കൂടിയാണ് കുടുംബ പുലരാൻ ഈ ഉത്സവകാലം. ഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലെയും ആചാര അനുഷ്ഠാന പൂജാതി കർമ്മങ്ങൾ കഴിയുമ്പോൾ സമയം രാത്രി 9:30 കഴിയും. മണിക്കൂറുകളായി ചായം തേച്ച് വേദി എന്ന ജീവിത തട്ടകത്തിൽ അഭിനയിച്ചാനന്ദിച്ച് ആടിത്തിമിർത്ത് പാടിയലിഞ്ഞ് വേദിയൊന്ന് ഉണർന്നു വരുമ്പോൾ 10 മണിയുടെ കരുനിയമം ഉത്സവ പ്രദേശമാകെ ഇരുട്ടിലാഴ്ത്തും. പ്രേക്ഷകനെ ചിരിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന കലാകാരന്മാരുടെ ഹൃദയ വിങ്ങലുകൾ കാണാതെ പോകരുത്. കലാപരിപാടികൾ പൂർത്തിയാകാതെ പ്രതിഫലം നൽകാൻ കഴിയാത്ത ഉത്സവ കമ്മിറ്റി അധികാരികൾ പകലന്തിയോളം അധ്വാനിച്ച് സൗജന്യമായി കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കുവാൻ കിട്ടുന്ന സുവർണാവസരം നഷ്ടമാകുന്നതിൻ്റെ നിരാശയിൽ പാവം കാണികൾ. ശബ്ദമലിനീകരണം എന്നതാണ് ഇവിടുത്തെ വിഷയം. സ്റ്റേജ് പരിസരങ്ങളിലും അതല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് പോകുന്ന എല്ലാ ശബ്ദവിന്യാസങ്ങളും ഒഴിവാക്കിയാൽ തീരുന്ന നിസ്സാര പ്രശ്നം. ഉത്സവയിടങ്ങളിൽ അടിപിടി സാധ്യത എന്നതും മറ്റൊരു വാദം. രാത്രി 10 മണിക്ക് ശേഷം മാത്രം സംഭവിക്കുന്ന ഒരു വിഭ്രാന്തി മാത്രമല്ലല്ലോ ആക്രമണവാസന. 4 പോലീസുകാർ നന്നായി ഒന്ന് കണ്ണുരുട്ടിയാൽ തല താഴ്ത്തി മുങ്ങുന്ന ചെറുഗുണ്ടകളൊക്കെ ഉത്സവയിടങ്ങളിൽ ഉണ്ടാകൂ എന്നതാണ് സത്യം. കോവിഡ് എന്ന മഹാമാരിയിൽ ഏറ്റവും അധികം തകർന്നു പോയവരാണ് കലാകാരന്മാർ. സ്വന്തമായുള്ള ചെറുകൂരയും ഒരു പിടി മണ്ണും ജപ്തി ഭീഷണിയിലാണ്. വാടക നൽകാൻ കാശില്ലാത്തത് കൊണ്ട് പലരും പെരുവഴിയിലാണ്. മക്കളുടെ വിശപ്പകറ്റി വിദ്യാലയങ്ങളിൽ അയച്ച് പ്രായമായ അച്ഛനമ്മമാർക്കൽപ്പം കഞ്ഞി തിളപ്പിച്ച് നൽകാൻ, ബന്ധു വീട്ടിലെ ആഘോഷങ്ങൾക്ക് ഒരു 100 രൂപ കാശെടുത്ത് നൽകാൻ, കെട്ടുപ്രായമായ പെൺമക്കളെ ആഡംബരമില്ലെങ്കിലും 10 പേർക്ക് അന്നം വിളമ്പി യോഗ്യനായ ആണൊരുത്തൻ്റെ കൈപിടിച്ചേൽപ്പിക്കുവാൻ കലാപരിപാടി കഴിഞ്ഞെത്തുമ്പോൾ ഉറങ്ങാതെ കാത്തിരിക്കുന്ന ജീവിത കൂട്ടാളിക്ക് ഒരു മിഠായിത്തുണ്ടെങ്കിലും സ്നേഹത്തിൽ പൊതിഞ്ഞു നൽകുവാൻ സമയ നിയമങ്ങൾ ഇല്ലാതെ, നിയമ നടപ്പിൻ്റെ ഉരുക്ക മുഷ്ടികൾ ഇല്ലാതെ, തിരശീലകൾക്ക് പിന്നിൽ അണയാത്ത നിറവെളിച്ചങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ ആടിക്കോട്ടെ, പാടിക്കോട്ടെ. പട്ടിണി മാറ്റാൻ വേണ്ടി കലാകാരൻ്റെ കൈകൂപ്പി കേടലാണ്. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.